എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സാഹിത്യ പുരസ്കാരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഓടക്കുഴൽ അവാർഡിനെ പറ്റി നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. 2025 EP രാജഗോപാലൻ. ഇദ്ദേഹത്തിന്റെ കൃതി ഉൾക്കഥ. ഉൾക്കഥ എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2025 EP രാജഗോപാലന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. 2024 കാര്യം എടുത്താൽ K അരവിന്ദാക്ഷൻ. ഇദ്ദേഹത്തിന്റെ നോവൽ ഗോപ നോവൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് K അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. 2023 കാര്യം കൂടെ പഠിച്ചു വച്ചേക്കണം. 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. 2025 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയ വ്യക്തി EP രാജഗോപാലൻ. രാജഗോപാൽ എന്ന് തന്നേക്കാം, അത് തെറ്റാണ്. ഗോപാലൻ ആ ഒരു പേര് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ഉൾക്കഥ. പിന്നെ 2024 K അരവിന്ദാക്ഷൻ ഗോപ, അദ്ദേഹത്തിന്റെ നോവല്. 2023 PN ഗോപികൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ്. ആ ഒരു കവിതാ സമാഹാരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. 1969 ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത്. അത് കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1969 ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. അത് കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 30,000 രൂപ. 30,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുകയായിട്ട് ഉള്ളത്. പിന്നെ പറഞ്ഞു ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഇദ്ദേഹമാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. അതിന്റെ വർഷം 1965. ഇത് മുൻവർഷ ചോദ്യമൊക്കെയാണ്, PYQ ആണ്. 65 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. 69 മുതൽ ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങി. 69. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇത് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഇനി ONV പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ONV കുറുപ്പിന്റെ സ്മരണാർത്ഥത്തിൽ ഉള്ള പുരസ്കാരമാണ് ONV പുരസ്കാരം. സമഗ്ര സാഹിത്യ സംഭാവന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ONV പുരസ്കാരം നൽകുന്നത്. 2025 ONV പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മ. 2025 ONV പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പോശി പേനുണ്ട്, അടയാളപ്പെടുത്തി വെച്ചോളണം. പ്രഭാവർമ്മ. എങ്കിൽ 2024 കിട്ടിയത് ആർക്കാണ്? പ്രതിഭ റേ. 2024 കിട്ടിയത് പ്രതിഭ റേ. ONV പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി അല്ലാത്ത എഴുത്തുകാരിയാണ് പ്രതിഭ റേ. ONV പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി അല്ലാത്ത എഴുത്തുകാരിയാണ് പ്രതിഭ റേ. ഇവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ ഒഡിയ ഭാഷ.
ഒഡിയ ഭാഷ. ഒഡിയ ഭാഷയിലുള്ള എഴുത്തുകാരിയാണ് പ്രതിഭ റേ. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 2023 കാര്യം പറയുമ്പം 2023 ONV പുരസ്കാരം കിട്ടിയത് സി രാധാകൃഷ്ണൻ. 2023 ONV പുരസ്കാരം കിട്ടിയത് സി രാധാകൃഷ്ണൻ. ഇവിടെ 3 അവാർഡ് ജേതാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രഭാവർമ്മ, പ്രതിഭ റേ, സി രാധാകൃഷ്ണൻ. ONV പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തി സുഗതകുമാരി. ഇതിൻ്റെ വർഷം 2017. ആദ്യമായിട്ട് ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. അത് ആദ്യം കിട്ടിയത് സുഗതകുമാരിക്കാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് സുഗതകുമാരി. സുഗതകുമാരിക്കാണ് ആദ്യത്തെ ONV പുരസ്കാരം കിട്ടിയത്. അതിൻ്റെ വർഷം 2017. പിന്നെ ONV പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ് ONV പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. സമഗ്ര സാഹിത്യ സംഭാവന അതുമായി ബന്ധപ്പെട്ടാണ് ONV പുരസ്കാരം നൽകുന്നത്. 2025 കിട്ടിയത് പ്രഭാവർമ്മ, 2024 പ്രതിഭ റേ, ഒഡിയ ഭാഷ. ഞാൻ പറഞ്ഞു മലയാള എഴുത്തുകാരി അല്ലാത്ത ഒരാളാണ് പ്രതിഭ റേ. ഒഡിയ ഭാഷ അതാണ് അവരുടെ ഭാഷ. പിന്നെ 2023 സി രാധാകൃഷ്ണന് കിട്ടി. ആദ്യം കിട്ടിയത് സുഗതകുമാരി. 2017 3 ലക്ഷം രൂപ. ഇത്രയും കാര്യങ്ങളാണ് ONV പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് വള്ളത്തോൾ പുരസ്കാരത്തിനെ പറ്റി നോക്കാം. ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത് പാല നാരായണൻ നായർ. ആദ്യത്തെ വിജയി, ഫസ്റ്റത്തെ ആള് പാല നാരായണൻ നായർ. ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ വർഷം 1991. ഈ ഒരു വർഷം പഠിച്ചു വെച്ചോളണം. 91. ഇത് മുൻവർഷ ചോദ്യമൊക്കെയാണ്. ഇനി വരുന്ന ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് 91. ആദ്യം കിട്ടിയത് പാല നാരായണൻ നായർ. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേരളം വളരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണിത്. ഇതും കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചോളാം. ആദ്യം കിട്ടിയത് പാല നാരായണൻ നായർ. എങ്കിൽ ആദ്യം കിട്ടിയ വനിത ആരാണ്? വള്ളത്തോൾ പുരസ്കാരം ആദ്യം നേടുന്ന വനിത ബാലാമണിയമ്മ. ഫസ്റ്റത്തെ വനിത ബാലാമണിയമ്മയാണ് ആദ്യത്തെ വനിത. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. വള്ളത്തോൾ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ വനിത ബാലാമണിയമ്മ. ഇതിൻ്റെ വർഷം 1993. 1993 ബാലാമണി അമ്മയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഒരു അഡീഷണൽ കാര്യം കൂടെ പറഞ്ഞുതരാം. ബാലാമണി അമ്മയോടൊപ്പം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനും വള്ളത്തോൾ പുരസ്കാരം 93 കിട്ടി. വൈക്കം മുഹമ്മദ് ബഷീർ ഇദ്ദേഹത്തിനും 1993 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2 വ്യക്തികൾക്കാണ് 93 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത്. ബാലാമണി അമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവർ 2 പേർക്കാണ് കിട്ടിയത്. ആദ്യം കിട്ടിയത് പാല നാരായണൻ നായർ. ആദ്യം കിട്ടിയ വനിത ബാലാമണി അമ്മ. പിന്നെ 2017 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മ. 2017 ഈ ഒരു വർഷം പഠിച്ചു വെച്ചോളണം. 2017 കിട്ടിയത് പ്രഭാവർമ്മ. എങ്കിൽ 2018 കിട്ടിയത് എം മുകുന്ദന് കിട്ടി. 2019 കിട്ടിയത് പോൾ സക്കറിയ. അതായത് അവസാനം കിട്ടിയത് പോൾ സക്കറിയയ്ക്കാണെന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. വള്ളത്തോൾ പുരസ്കാരം കിട്ടിയ അവസാനത്തെ വ്യക്തിയാണ് പോൾ സക്കറിയ. പിന്നെ ഞാൻ പറഞ്ഞു
സമഗ്ര സംഭാവന മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ്, അതുമായി ബന്ധപ്പെട്ടാണ് വള്ളത്തോൾ പുരസ്കാരം കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1,11,111 രൂപയാണ്. ഇതാണ് സ്പെഷ്യലായിട്ടും പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. ഒരു ഫാൻസി നമ്പർ പോലെയൊക്കെ തോന്നാം. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. ഇതൊന്ന് പെട്ടെന്ന് നോക്കാം. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് പാല നാരായണൻ നായർ. പിന്നെ ആദ്യം കിട്ടിയ വനിത ബാലാമണിയമ്മ 93-ലാണ്. പിന്നെ 93-ൽ തന്നെ 2 പേർക്കാണ് അന്ന് കിട്ടിയത്. ബാലാമണിയമ്മയ്ക്കും വൈക്കം മുഹമ്മദ് ബഷീറിനും. ബാലാമണിയമ്മയ്ക്കും വൈക്കം മുഹമ്മദ് ബഷീറിനുമാണ് അന്ന് 93-ൽ ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 2017-ൽ കിട്ടിയത് പ്രഭാവർമ്മ, 2018-ൽ എം മുകുന്ദൻ. 2019-ൽ പോൾ സക്കറിയ. 2019 പോൾ സക്കറിയയ്ക്കാണ് അവസാനമായിട്ട് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഇതിൻ്റെ സമ്മാന തുക പറഞ്ഞു 1,11,111. 6 ഒന്നുകൾ ചേർന്നാണ് സമ്മാന തുക. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. ഇനി അടുത്തത് ഹരിവരാസനം പുരസ്കാരത്തിനെ പറ്റി നോക്കാം. ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 2012-ലാണ്. 2012-ലാണ് ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ വിജയി KJ യേശുദാസ്. അല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. അയ്യപ്പൻ്റെ ഒരു പാട്ടുണ്ട്, ഹരിവരാസനം എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് പാടിയത് തന്നെ KJ യേശുദാസ് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത് ആർക്കായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ആൻസറാണ് KJ യേശുദാസ്. പിന്നെ ഈ വർഷം പഠിച്ചു വെച്ച് നോക്കണം. അത് നമുക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊന്ന് നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. എങ്കിലും ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് KJ യേശുദാസിനാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെച്ചോളാം. 2012-ലാണ് ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം നൽകി തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ വിജയി KJ യേശുദാസ്. എങ്കിൽ KS ചിത്രയ്ക്ക് ഹരിവരാസനം പുരസ്കാരം കിട്ടിയ വർഷം എന്നാണ്? എൻ്റെ ചോദ്യം ഇതാണ്. KS ചിത്രയ്ക്ക് ഹരിവരാസനം പുരസ്കാരം കിട്ടിയ വർഷം എന്നാണ്? അതിൻ്റെ ആൻസർ 2018. 2018-ലാണ് ഹരിവരാസനം പുരസ്കാരം KS ചിത്രയ്ക്ക് കിട്ടിയത്. 2026-ൽ ഹരിവരാസനം പുരസ്കാരം കിട്ടിയ വ്യക്തി തിരുവിഴ ജയശങ്കർ. 2026-ൽ ഹരിവരാസനം പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് തിരുവിഴ ജയശങ്കർ. ഇദ്ദേഹം നാഗസ്വരം വിദ്വാനാണ്. തിരുവിഴ ജയശങ്കർ. 2026-ൽ ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് തിരുവിഴ ജയശങ്കറിനാണ്. എങ്കിൽ 2025-ലാണെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025-ൽ ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്. എങ്കിൽ 2024-ആണെങ്കിൽ 2024 PK വീരമണിദാസൻ. വീരമണിദാസനാണ് 2024-ൽ ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്. എങ്കിൽ 2023-ന്റെ കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം. 2023-ൽ കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക് ഹരിവരാസനം പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ച് പഠിച്ചോളണം. 2023-ൽ ശ്രീകുമാരൻ തമ്പിക്ക് ഹരിവരാസനം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാന തുക അതെന്ന് പറയുമ്പം 1,00,000 രൂപയാണ്. 1,00,000 രൂപയാണ് ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. ഹരിവരാസനം പുരസ്കാരത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ, അവാർഡ് ജേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം. 2012-ലാണ് ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് കിട്ടിയത് KJ യേശുദാസ്. നമുക്ക് ഗസ് ചെയ്ത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. KJ യേശുദാസ്. 2026-ൽ കിട്ടിയത് തിരുവിഴ
ജയശങ്കർ, തിരുവിഴ ജയശങ്കർ. ഇദ്ദേഹം നാഗസ്വരം വിദ്വാനാണ്, നാഗസ്വരം വിദ്വാൻ ആണ് ഇദ്ദേഹം. പിന്നെ 2025 കിട്ടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. പിന്നെ കിട്ടിയത് 2024 കിട്ടിയത് PK വീരമണി ദാസൻ, 2024 ദാസൻ, PK വീരമണി ദാസൻ. പിന്നെ 2023 ശ്രീകുമാരൻ തമ്പി. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒന്ന് ചുവപ്പുമഷി പേനുകൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. ശ്രീകുമാരൻ തമ്പി, അതുപോലെ തന്നെ തിരുവിഴ ജയശങ്കർ, ഈ 2 കാര്യങ്ങൾ ചുവപ്പുമഷി പേനോട് നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വച്ചോളണം. പിന്നെ പറഞ്ഞു 1 ലക്ഷം രൂപ ഇതിൻ്റെ ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുമ്പോൾ അത് 1 ലക്ഷം രൂപയാണ്. ഇനി അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരത്തിനെ പറ്റി നോക്കാം. ഗുരുവായൂർ ദേവസ്വം നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വം നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. 2026 ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് വൈക്കം രാമചന്ദ്രൻ. 2026 കിട്ടിയത് വൈക്കം രാമചന്ദ്രൻ. എങ്കിൽ 2025 കിട്ടിയത് KP ശങ്കരൻ. 2024 കിട്ടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി 2023 കിട്ടിയത് വി മധുസൂദനൻ നായർ. ഇവിടെ 4 അവാർഡ് ജേതാക്കളുണ്ട്. പിന്നെ ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് G അരവിന്ദൻ. ഫസ്റ്റ് കിട്ടിയത് G അരവിന്ദൻ. ഇദ്ദേഹത്തിന് ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയ വർഷം 2004 അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാന തുക 50,001 രൂപയാണ്. 50,001 രൂപയാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാന തുക. പിന്നെ ഈ ഒരു സമ്മാനത്തിനോടൊപ്പം തന്നെ 10 ഗ്രാം തങ്കപ്പതക്കം എന്നിവയൊക്കെ ചേർന്നിട്ടുള്ളതാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഇവിടെ പ്രധാനമായിട്ടും സമ്മാന തുക പഠിച്ചു വച്ചിരിക്കണം, 50,001. ഇനി അടുത്തത് JCB പുരസ്കാരത്തിനെ പറ്റി നോക്കാം. JCB പുരസ്കാരത്തിനെ പറ്റി പറയുമ്പോൾ JCB പുരസ്കാരത്തിന്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 25 ലക്ഷം രൂപ. എഴുത്തുകാരന് 25 ലക്ഷം രൂപ, അതാണ് അതിൻ്റെ സമ്മാന തുകയായിട്ടുള്ളത്. 2018 മുതലാണ് JCB പുരസ്കാരം തുടങ്ങിയത്. 2018 വിജയി ബെന്യാമിൻ. 2018 JCB പുരസ്കാരം കിട്ടിയത് ബെന്യാമിൻ. 2020 JCB പുരസ്കാരം കിട്ടിയത് S ഹരീഷ്. 2020 കിട്ടിയത് S ഹരീഷ്. മീശ എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് S ഹരീഷിന് JCB പുരസ്കാരം കിട്ടിയത്. മീശ ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് മീശ. അതുമായി ബന്ധപ്പെട്ടാണ് JCB പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഇവിടെ ബെന്യാമിൻ്റെ കാര്യത്തിൽ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന ആ ഒരു കൃതി, അതുമായി ബന്ധപ്പെട്ടാണ് ബെന്യാമിന് JCB പുരസ്കാരം കിട്ടിയത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന ആ ഒരു കൃതി, അതുമായി ബന്ധപ്പെട്ടാണ് JCB പുരസ്കാരം ബെന്യാമിന് കിട്ടിയത്. അടുത്തത് 2021 JCB പുരസ്കാരം കിട്ടിയത് M മുകുന്ദൻ. ഡൽഹി ഗാഥകൾ എന്ന ഈ ഒരു നോവൽ, ഇതുമായി ബന്ധപ്പെട്ടാണ് M മുകുന്ദന് JCB പുരസ്കാരം കിട്ടിയത്. ഡൽഹി ഗാഥകൾ എന്ന ഈ ഒരു നോവൽ, ഇതുമായി ബന്ധപ്പെട്ടാണ് M മുകുന്ദന് JCB പുരസ്കാരം 2021 കിട്ടിയത്. ഇനി പഠിച്ചു വയ്ക്കേണ്ടത് 2024 ആണ്. 2024 JCB പുരസ്കാരം കിട്ടിയത് ഉപമന്യു ചാറ്റർജി. ഇദ്ദേഹത്തിൻ്റെ
നോവൽ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന ആ ഒരു നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് 2024 JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്ക് കിട്ടിയത്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉപമന്യു ചാറ്റർജിക്ക് JCB പുരസ്കാരം കിട്ടിയത്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കണം. അവസാനമായിട്ട് JCB പുരസ്കാരം കിട്ടിയത് 2024 ഉപമന്യു ചാറ്റർജിക്കാണ്. ഇത്രയും കാര്യങ്ങൾ JCB പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 2018 ബെന്യാമിൻ്റെ നോവലാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് ബെന്യാമിന് 2018 JCB പുരസ്കാരം കിട്ടിയത്. പിന്നെ 2020 കാര്യം പറഞ്ഞു, S ഹരീഷ്, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽ മീശ, അതുമായി ബന്ധപ്പെട്ടാണ് S ഹരീഷിന് പുരസ്കാരം കിട്ടിയത്. 2021 മുകുന്ദന് JCB പുരസ്കാരം കിട്ടിയിരുന്നു. ഡൽഹി ഗാഥ ഈ ഒരു നോവൽ, ഇതുമായി ബന്ധപ്പെട്ടാണ് JCB പുരസ്കാരം മുകുന്ദന് കിട്ടിയത്. പിന്നെ 2024 കാര്യം പറഞ്ഞു, ഉപമന്യു ചാറ്റർജി ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 2024 ശേഷം പിന്നെ ഈ ഒരു പുരസ്കാരം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചേക്കണം. പിന്നെ ഈ 3 കാര്യങ്ങൾ, മലയാളികളായിട്ടുള്ള 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം. JCB പുരസ്കാരം, പിന്നെ JCB പുരസ്കാരത്തിന് സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നാണ് JCB പുരസ്കാരം. ഇനി അടുത്തത് തകഴി പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചിട്ടുള്ള പുരസ്കാരമാണ് തകഴി പുരസ്കാരം. തകഴി പുരസ്കാരം ആദ്യം കിട്ടിയത് 2014 G ബാലചന്ദ്രന്. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് തകഴിയുടെ സർഗപദങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഇത്. 2014 തകഴി പുരസ്കാരം കിട്ടിയത് G ബാലചന്ദ്രൻ. എങ്കിൽ 2025 തകഴി പുരസ്കാരം കിട്ടിയത് KP സുധീര. 2025 കിട്ടിയത് KP സുധീര. 2024 തകഴി പുരസ്കാരം കിട്ടിയത് MK സാനുവിനാണ്. MK സാനു. എങ്കിൽ 2023 കിട്ടിയത് M മുകുന്ദൻ. മുകുന്ദനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. JCB പുരസ്കാരം 2018 ഓർമ്മയുണ്ടോ? JCB പുരസ്കാരം 2018 കിട്ടിയത് ആർക്കാണ്? M മുകുന്ദനാണ്. 2023 തകഴി പുരസ്കാരം കിട്ടുന്ന ആർക്കാണ്? M മുകുന്ദനാണ്. ഈ 4 വർഷങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. തകഴി പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് 2014 അത് കിട്ടിയത് G ബാലചന്ദ്രൻ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾ വച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാരമാണ് തകഴി പുരസ്കാരം. 2025 കിട്ടിയത് KP സുധീര, 2024 MK സാനു, 2023 M മുകുന്ദൻ. തകഴി പുരസ്കാരം എന്ന് പറയുമ്പം തകഴി ശിവശങ്കരപിള്ളയുടെ പേരിലുള്ള പുരസ്കാരമാണ് തകഴി പുരസ്കാരം. തകഴി ശിവശങ്കരപിള്ളയുടെ പേരിൽ ഉള്ള പുരസ്കാരമാണ് തകഴി പുരസ്കാരം. 1984 കയർ എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് കയ്യർ എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചേക്കണം. ഇവിടെ തകഴി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 50,000 രൂപ.
നേരത്തെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 50,001 രൂപ. 50,001 രൂപയാണ് ജ്ഞാനപ്പാന. അത് ഗുരുവായൂർ ദേവസ്വം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. അതിന്റെ സമ്മാനത്തുക 50,001 രൂപയാണ്. എങ്കിൽ ഇവിടെ തകഴി പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 50,000 രൂപയാണ്. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ പറ്റിയും വയലാർ പുരസ്കാരത്തിനെ പറ്റിയും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ റിവിഷൻ ക്ലാസ് ആയിട്ട് ഇനി ഉള്ള ക്ലാസ് കാണുക. അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ ക്ലാസ് ആയിട്ട് കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. അപ്പം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 മുതലാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യത്തെ വിജയി ശൂരനാട് കുഞ്ഞംപിള്ള. ഫസ്റ്റത്തെ ആള് ശൂരനാട് കുഞ്ഞംപിള്ള. ആദ്യത്തെ വിജയി ശൂരനാട് കുഞ്ഞംപിള്ളയാണ്. ഇദ്ദേഹത്തിന് ശേഷം രണ്ടാമതായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം മൂന്നാമതായിട്ട് കിട്ടിയത് ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം മൂന്നാമത് കിട്ടിയത് ആര് എന്നുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടി സാധ്യത കൂടുതൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വനിതയാര് എന്നുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ. മൂന്നാമതാണ് ബാലാമണിയമ്മയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. 2011 മുമ്പ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയായിരുന്നു. 1 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ 2011 സമ്മാനത്തുക 1.5 ലക്ഷമാക്കി. 1.5 ലക്ഷം രൂപയായി ഇതിൻ്റെ സമ്മാനത്തുക. അതിനുശേഷം 2017 എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷമായി. 5 ലക്ഷം ആയി. 2017 5 ലക്ഷം രൂപ സമ്മാനത്തുകയായി മാറിയത്. 2011 മുമ്പ് വരെ 1 ലക്ഷം രൂപയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. എന്നാൽ 2011 ആയ സമയത്ത് 1.5 ലക്ഷം എന്ന് പറയുമ്പം 1.5 ലക്ഷം രൂപയായി ഇതിൻ്റെ സമ്മാനത്തുക. 2017 5 ലക്ഷം രൂപ സമ്മാനത്തുകയായി വന്നു. ഇപ്പോഴത്തെ തുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമ്മാനത്തുക എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം പഠിച്ചു വയ്ക്കണം. സമ്മാനത്തുകയോടൊപ്പം ഒരു പ്രശസ്തി പത്രവും ശില്പവും ഇതിനോടൊപ്പം കിട്ടുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വ്യക്തികളെ പഠിച്ചു വച്ചിരിക്കണം. ആദ്യത്തെ വനിത ബാലാമണി അമ്മയാണ്. എങ്കിൽ രണ്ടാമത്തെ വനിത കമല സുരയ്യ. കമല സുരയ്യയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് 2002 കമല സുരയ്യയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. പിന്നെ 2 വ്യക്തികളുടെ പേര് കൂടെ പഠിച്ചു വച്ചിരിക്കണം. ONVക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പം 2007 ONV കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. അതുപോലെ തന്നെ 2009
സുഗതകുമാരിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. സുഗതകുമാരി എഴുത്തുകാരിയാണ്. അതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം കേട്ടോ, സുഗതകുമാരിയെ പറ്റി പഠിച്ചു വച്ചിരിക്കണം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. ഫസ്റ്റ് അധ്യക്ഷ വനിതാ കമ്മീഷൻ. ഇവിടെ നമ്മൾ ഇത്രയും കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹമാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് 1993 ആദ്യത്തെ വിജയി ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ്. രണ്ടാമത്തെ വിജയി തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ് കിട്ടിയത്. മൂന്നാമത് കിട്ടിയത് ബാലാമണി അമ്മയ്ക്കാണ്. മൂന്നാമത് കിട്ടിയത് ആര് എന്നുള്ള PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് ആദ്യം കിട്ടിയ വനിതയാണ് ബാലാമണി അമ്മ. ഇതെന്ന് പറയുമ്പം 1995 ബാലാമണി അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. രണ്ടാമത് കിട്ടിയ വനിത കമല സുരയ്യ, അവർക്ക് 2002 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുമ്പം 2011 മുമ്പ് വരെ 1 ലക്ഷം രൂപയായിരുന്നു. 2011 മുതൽ 1.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. പിന്നെ 2017 ആയപ്പം അതിൻ്റെ സമ്മാനത്തുക കുറച്ച് കൂട്ടി 5 ലക്ഷമാക്കി മാറ്റി. ഇപ്പോൾ ഉള്ളത് 2017 കൂട്ടിയ അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, 5 ലക്ഷം രൂപയാണ്. പിന്നെ പറഞ്ഞു സമ്മാനത്തുകയോടൊപ്പം പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനം. പിന്നെ 2 അഡീഷണൽ കാര്യം പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. 2007 ONV കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. 2009 സുഗതകുമാരിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. അധ്യക്ഷയാണ് സുഗതകുമാരി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് KG ശങ്കരപിള്ള. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് മറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് എന്ന് പറയുമ്പം KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. പിന്നെ 2009 ഇദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് കിട്ടി. ഓടക്കുഴൽ പുരസ്കാരം കിട്ടി. ഇതിനുശേഷം 2018 ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടി. 2018 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടി. പിന്നെ അതിനുശേഷം 2020 ഇദ്ദേഹത്തിന് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടി. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടി. അതിനുശേഷം 2025 ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. ഇദ്ദേഹം എഴുത്തച്ഛൻ പുരസ്കാരത്തിന് പുറമെ കുറച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹം വാങ്ങിച്ചു.
2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അതെന്ന് പറയുമ്പം KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് 2002 ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അതിനുശേഷം 2009 ഓടക്കുഴൽ പുരസ്കാരം കിട്ടി. 2018 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഇദ്ദേഹത്തിന് കിട്ടി. 2020 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടി. 2025 കേരളത്തിൻ്റെ ഏറ്റവും വലിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. പിന്നെ ഇദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ. KG ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ബംഗാൾ, അയോധ്യ, നന്നങ്ങാടികൾ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ, രമണൻ, കഷണ്ടി, ഊർമിള, ആനന്ദൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേരുകൊണ്ട് വരച്ച് അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോളാം. ഇതിലേത് വേണമെങ്കിലും ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷ ആയിരുന്നാലും ഡിഗ്രി ലെവലിൽ പരീക്ഷ ആയിരുന്നാലും എഴുത്തച്ഛൻ പുരസ്കാരത്തെ പറ്റി ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പം KG ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു വച്ചിരിക്കണം. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, ബംഗാൾ, അയോധ്യ, നന്നങ്ങാടികൾ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ, ആനന്ദൻ, ഊർമിള, കഷണ്ടി, രമണൻ. ഇവിടെ ഇത്രയും കൃതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബംഗാൾ എന്ന കൃതി നിങ്ങൾ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ട് പഠിച്ചോളണം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അതിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുള്ളത് ഈ കൃതിയാണ്. ബംഗാൾ എന്ന കൃതിയാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേനോണ്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെ പഠിച്ചു പോകണം. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആരെന്ന് നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ കൂടി നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ചൂളൈ മേടിലെ ശവങ്ങൾ. ചൂളൈ മേടിലെ ശവങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങൾ കൂടി പഠിച്ചു വയ്ക്കാം. ഹിഗ്ഗിറ്റ, തിരുത്ത്. ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. NS മാധവന് അദ്ദേഹത്തിനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം
അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ചൂളൈ മേടിലെ ശവങ്ങൾ. ചൂളൈ മേടിലെ ശവങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് ചെറുകഥകൾ എന്ന് പറയുമ്പം ഹിഗ്ഗിറ്റ തിരുത്ത്. ഹിഗ്ഗിറ്റ തിരുത്ത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് SK വസന്തൻ. 2023 കിട്ടിയത് SK വസന്തൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നോക്കാം. പടിഞ്ഞാറൻ കാവ്യമീമാംസ. പടിഞ്ഞാറൻ കാവ്യമീമാംസ. കാലം സാക്ഷി. കാലം സാക്ഷി. നമ്മൾ നടന്ന വഴികൾ. നമ്മൾ നടന്ന വഴികൾ. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. സാംസ്കാരിക ചരിത്ര നിഘണ്ടു. ഈ 4 കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. SK വസന്തൻ. ഇവിടെ 2023, 24, 25 ഈ 3 വർഷങ്ങളിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വ്യക്തികളെ പറ്റി നമ്മൾ നോക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയാണ് സജി ചെറിയാൻ. ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ചെങ്ങന്നൂർ. സജി ചെറിയാന്റെ നിയമസഭാ മണ്ഡലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അതെന്ന് പറയുമ്പം ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലാണ് ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം സാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളൊരു ചോദ്യമാണിത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? അതിൻ്റെ ആൻസർ K സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദൻ. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. എങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? അതിൻ്റെ ആൻസർ അശോകൻ ചരുവിൽ. അശോകൻ ചരുവിൽ വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചോളണം. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്, സാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു ചോദ്യമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പം അത് അശോകൻ ചരുവിലാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം അതെന്ന് പറയുമ്പം തൃശ്ശൂരാണ്. തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം 1956 1956 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. ഈ 2 കാര്യങ്ങൾ. 56 തൃശ്ശൂർ. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ഇദ്ദേഹമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. K സച്ചിദാനന്ദൻ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ. അക്കാദമി നിലവിൽ വന്ന വർഷം 56 1956 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ 2 പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഒന്ന് സാഹിത്യ ലോകം.
2 സാഹിത്യ ചക്രവാളം. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം എന്നിവ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം. മലയാളം മിഷൻ ഡയറക്ടർ. ഇപ്പോഴത്തെ മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് മലയാളം മിഷൻ. അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് മലയാളം മിഷൻ. ഇപ്പോഴത്തെ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഉള്ളത്. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. തിരൂരാണ്. തിരൂർ ഏത് ജില്ലയിലാണ് വരുന്നത്? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലാണ് തിരൂർ ഉള്ളത്. തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് ഉള്ളത്. ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ 2 പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം. സാഹിത്യലോകവും സാഹിത്യ ചക്രവാളവും. മലയാളം മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ എന്ന് പറയുമ്പോൾ അത് മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. വയലാർ പുരസ്കാരം. മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള കവി വയലാർ രാമവർമ്മയുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. 1977 ആദ്യമായിട്ട് വയലാർ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. വയലാർ രാമവർമ്മയുടെ പേരിലുള്ള പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. 1977 ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു ട്രസ്റ്റാണ് ഈ ഒരു പുരസ്കാരമൊക്കെ നൽകുന്നത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ്, ഈ ഒരു ട്രസ്റ്റാണ് ഈ ഒരു പുരസ്കാരമൊക്കെ നൽകുന്നത്. വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. എന്നാൽ ഈ ഒരു പുരസ്കാരം തുടങ്ങിയ സമയത്ത് 25,000 രൂപയാണ് സമ്മാനത്തുക. 25,000 രൂപയായിരുന്നു. അത് മാറി ഇപ്പം നിലവിൽ 1 ലക്ഷം രൂപയാണ് വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. എല്ലാ വർഷവും ഒക്ടോബർ 27 വയലാർ പുരസ്കാരം നൽകുന്നത്. ഒക്ടോബർ 27 പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ് ഒക്ടോബർ 27. വയലാർ രാമവർമ്മയുടെ ചരമദിനം ആയിട്ടുള്ള ഒക്ടോബർ 27 വയലാർ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇവിടെ 1 ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞു. 1 ലക്ഷം രൂപയോടൊപ്പം കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് വയലാർ പുരസ്കാരം. ഇവിടെ ഒരു അഡീഷണൽ കാര്യം പറഞ്ഞുതരാം. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? അതിൻ്റെ ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം. അതിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. എങ്കിൽ വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 2025 വയലാർ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ. 2025 വയലാർ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ. ഇദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. തപോമയിയുടെ അച്ഛൻ ഇതെന്ന് പറയുമ്പോൾ ഒരു നോവലാണ്. നോവലാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കറണ്ട് അഫയേഴ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറ്റവും നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിനാണ് 2025 വയലാർ പുരസ്കാരം കിട്ടിയത്. 1977 ആദ്യമായിട്ട് വയലാർ പുരസ്കാരം കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ 2025 എത്രാമത്തെ വയലാർ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? ഞാനിപ്പോൾ ഈ പറഞ്ഞ നല്ലൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ 49. 49ാമത്തെ വയലാർ പുരസ്കാരമാണ് 2025 ഈ സന്തോഷ് കുമാറിന് കിട്ടിയത്. തപോമയിയുടെ അച്ഛൻ എന്ന ഈ നോവൽ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗോപൻ ബറുവ. തപോമയിയുടെ അച്ഛൻ എന്ന ഈ ഒരു നോവലിന്റെ തീം അഭയാർത്ഥി ജീവിതവും മനുഷ്യ ബന്ധങ്ങളിലെ സങ്കീർണതകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീമാണ് തപോമയിയുടെ അച്ഛൻ എന്ന ഈ ഒരു നോവലിൽ ഉള്ളത്. തപോമയിയുടെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ നോവലാണ്. അതുപോലെ തന്നെ മറ്റൊരു നോവലാണ് അന്ധകാരനഴി. ഇത് ഇദ്ദേഹത്തിന്റെ നോവലാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ചെറുകഥകൾ എന്ന് പറയുമ്പം ചാവുകളി, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു. 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചെറുകഥകൾ ചാവുകളി, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, ഗാലപ്പഗോസ്, നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. ഈ 3 ചെറുകഥകൾ നോക്കി വെച്ചേക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഈ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലാണ് തപോമയിയുടെ അച്ഛൻ. അതുപോലെ തന്നെ അന്ധകാരനഴി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. അന്ധകാരനഴി എന്ന് കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മൾ കേരളത്തിൽ അന്ധകാരനഴി ഉണ്ട്. അതെവിടെയാണ്, ഏത് ജില്ലയിലാണ് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത്? അതെന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സന്തോഷ് കുമാറിൻ്റെ ഒരു നോവലാണ് അന്ധകാരനഴി. പിന്നെ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എന്ന് പറയുമ്പം ചാവുകളി, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, നാരകങ്ങളുടെ ഉപമ, ഗാലപ്പഗോസ് എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങൾ. പിന്നെ ഈ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിന് 2025 49ാമത്തെ വയലാർ പുരസ്കാരം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2006 ഇദ്ദേഹത്തിന് മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പം ചാവുകളി എന്ന ഈ ഒരു ചെറുകഥാ സമാഹാരത്തിനാണ് 2006 ഇദ്ദേഹത്തിന് മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. അതെന്ന് പറയുമ്പം കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ഈ സന്തോഷ് കുമാറിനാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുമ്പോൾ അതേതാണ്, ചാവുകളി. പിന്നെ അതുപോലെ തന്നെ 2006 കാര്യം പറഞ്ഞു. 2012 ഇദ്ദേഹത്തിന് വീണ്ടും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പം മികച്ച നോവൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അത് അന്ധകാരനഴി എന്ന ആ ഒരു നോവൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2012 ഈ സന്തോഷ് കുമാറിന് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. വയലാർ രാമവർമ്മയുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. ഇതിനൊരു ട്രസ്റ്റ് ഉണ്ട്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ ഒരു സമ്മാനം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. 1977 ആദ്യമായിട്ട് വയലാർ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ സമ്മാനത്തുക 25,000 രൂപ, 25,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ 1,00,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. ഒക്ടോബർ 27 എന്താണ് അതിൻ്റെ പ്രത്യേകത? വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ് ഒക്ടോബർ 27. ഒക്ടോബർ 27 വയലാർ പുരസ്കാരങ്ങൾ നൽകുന്നത്. 2025 കാര്യം പറഞ്ഞു. 2025 വയലാർ പുരസ്കാരം കിട്ടിയത് ഈ സന്തോഷ് കുമാർ. ഇദ്ദേഹം 49ാമത്തെ വയലാർ പുരസ്കാര ജേതാവാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളണം, മറന്നു വരുത്. 49ാമത്തെ ജേതാവ്. ചിലപ്പോൾ ചോദിക്കും 48ാമത്തെ ജേതാവ്. ഇതൊക്കെ ഇങ്ങനെ ഈ സംഭവം ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടേ പരിചയം പോകാവൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഈ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിൻ്റെ
തപോമയിയുടെ അച്ഛൻ എന്ന ആ ഒരു നോവലുമായിട്ട് ബന്ധപ്പെട്ടാണ് 49ാമത്തെ വയലാർ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ പറഞ്ഞു തപോമയി എന്ന് പറയുമ്പോൾ അതിൽ നോവലിന്റെ തീം എന്ന് പറയുമ്പം അഭയാർത്ഥി ജീവിതവും മനുഷ്യ ബന്ധങ്ങളിലെ സങ്കീർണതകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോവലാണ് തപോമയിയുടെ അച്ഛൻ. ഈ സന്തോഷ് കുമാറിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് അന്ധകാരനഴി. പിന്നെ ഇദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങൾ എന്ന് പറയുമ്പം ചാവുകളി, 3 അന്ധന്മാർ, ആനയെ വിവരിക്കുന്നു, ഗാലപ്പഗോസ്, നാരകങ്ങളുടെ ഉപമ, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് 2 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2006 മികച്ച ചെറുകഥ, അതുമായി ബന്ധപ്പെട്ട് ചാവുകളിക്ക്, ഇദ്ദേഹത്തിൻ്റെ ചെറുകഥയായിട്ടുള്ള ചാവുകളിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2012 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവൽ ആയിട്ട് തിരഞ്ഞെടുത്തത് അന്ധകാരനഴി എന്ന ഇദ്ദേഹത്തിൻ്റെ നോവലാണ്. ഇത്രയും കാര്യങ്ങൾ സന്തോഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി ചെയ്യണം. ഇനി 2024 മുതൽ മുന്നോട്ടുള്ള വയലാർ പുരസ്കാര ജേതാക്കളെ പറ്റി നോക്കാം. 2024 വയലാർ പുരസ്കാരം കിട്ടിയത് അശോകൻ ചെരുവിൽ. 2024 വയലാർ പുരസ്കാരം കിട്ടിയത് അശോകൻ ചെരുവിൽ. ഇതെന്ന് പറയുമ്പം എത്രാമത്തെ വയലാർ പുരസ്കാരമാണ്? 48ാമത്തേത്. നേരത്തെ 49ാമത്തെ കാര്യം പറഞ്ഞു ഈ സന്തോഷ് കുമാർ. ഏത് വർഷം? 2025 എങ്കിൽ 2024 48ാമത്തെ വയലാർ പുരസ്കാരമാണ് അശോകൻ ചെരുവിലിന് കിട്ടിയത്. കാട്ടൂർ കടവ് എന്ന നോവൽ ഇദ്ദേഹത്തിൻ്റെയാണ്. കാട്ടൂർ കടവ്. ഈ ഒരു നോവൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2024 അശോകൻ ചെരുവിലിന് വയലാർ പുരസ്കാരം കിട്ടിയത്. അതായത് 2024 അശോകൻ ചെരുവിലിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലാണ്. ഇദ്ദേഹത്തിനെ പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. 2010 ഇദ്ദേഹത്തിന് പത്മരാജൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2010 പത്മരാജൻ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ കൃതി ആമസോൺ ആണ്. ആമസോൺ എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2010 പത്മരാജൻ പുരസ്കാരം അശോകൻ ചെരുവിലിന് കിട്ടിയത്. പിന്നെ ഇപ്പോൾ നിലവിൽ അശോകൻ ചെരുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റാണ്. അശോകൻ ചെരുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആണ് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി 2023 കാര്യം നോക്കാം. 2023 വയലാർ പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെണ്ടുലം. ജീവിതം ഒരു പെണ്ടുലം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ആയിട്ടുള്ള ജീവിതം ഒരു പെണ്ടുലം, ഈ ഒരു ആത്മകഥയ്ക്കാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. ഇത് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. ജീവിതം ഒരു പെണ്ടുലം ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ് അമ്മയ്ക്കൊരു താരാട്ട്. കവിതാ സമാഹാരം അമ്മയ്ക്കൊരു താരാട്ട്. അമ്മയ്ക്കൊരു താരാട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിതാ സമാഹാരമാണ്. പിന്നെ 2023 വയലാർ അവാർഡ് കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. 2023 ഇദ്ദേഹത്തിന് മറ്റൊരു വലിയ പുരസ്കാരം കിട്ടി. അതാണ് ഹരിവരാസനം പുരസ്കാരം. പുരസ്കാരം 2023 ഇദ്ദേഹത്തിന് 2 പ്രസിദ്ധമായിട്ടുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വയലാർ അവാർഡ്, രണ്ടാമത്തത് ഹരിവരാസനം പുരസ്കാരം. 2024 പറഞ്ഞു, 2023 പറഞ്ഞു. 2022 കാര്യം നോക്കാം. 2022 വയലാർ പുരസ്കാരം കിട്ടിയത് എസ് ഹരീഷിന്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നോവൽ മീശ എന്ന ഇദ്ദേഹത്തിൻ്റെ നോവൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2022 വയലാർ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയത്.
22 എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് 46ാമത്തെ വയലാർ പുരസ്കാരം ഇവിടെ 2023 എത്രയായിരിക്കും? 47ാമത്തെ വയലാർ പുരസ്കാരം. ഈ ഒരു 47, 48, 49 ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് വേണം. ഇതെന്ന് പറയുമ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലാണ് ഇതങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഇടണത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പഠിച്ചു പോകണം. എസ് ഹരീഷിന് മീശ, ഇദ്ദേഹത്തിൻ്റെ മീശ എന്ന ഈ ഒരു നോവലുമായി ബന്ധപ്പെട്ടാണ് 2022 വയലാർ പുരസ്കാരം കിട്ടിയത്. ഇത് 46 എന്ന് ഞാൻ പറഞ്ഞു. 2021 കാര്യം നോക്കാം. 2021 വയലാർ പുരസ്കാരം കിട്ടിയത് ബെന്യാമിൻ. ഇദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് വയലാർ പുരസ്കാരം ബെന്യാമിന് കിട്ടിയത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ പുരസ്കാരം കിട്ടിയത് ബെന്യാമിനാണ്. ഇദ്ദേഹത്തിൻ്റെ നോവൽ ആയിട്ടുള്ള മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന ഈ നോവൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2021 ബെന്യാമിന് വയലാർ പുരസ്കാരം കിട്ടിയത്. ഇവിടെ 4 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2024 വയലാർ പുരസ്കാരം കിട്ടിയത് അശോകൻ ചെരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അശോകൻ ചെരുവിലിന് 2024 വയലാർ പുരസ്കാരം കിട്ടിയത്. 48ാമത്തെ പുരസ്കാരമാണ് അശോകൻ ചെരുവിലിന് കിട്ടിയത്. പിന്നെ 2010 പത്മരാജൻ പുരസ്കാരം അശോകൻ ചെരുവിലിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൃതി ഏതാണ്? അതെന്ന് പറയുമ്പം ആമസോൺ എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2010 അശോകൻ ചെരുവിലിന് പത്മരാജൻ പുരസ്കാരം കിട്ടിയത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റാണ് അശോകൻ ചെരുവിൽ. പിന്നെ 2023 കാര്യം പറഞ്ഞു. 2023 47ാമത്തെ വയലാർ പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു പെണ്ടൂലം. ജീവിതം ഒരു പെണ്ടൂലമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ. ഇതിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിതാ സമാഹാരം അമ്മയ്ക്കൊരു താരാട്ട്. പിന്നെ 2023 ശ്രീകുമാരൻ തമ്പിക്ക് 2 വലിയ അവാർഡുകൾ കിട്ടി. അതൊക്കെയാണ് വയലാർ പുരസ്കാരം കിട്ടി, അതുപോലെ തന്നെ ഹരിവരാസനം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ 2022 കാര്യം പറഞ്ഞു. എസ് ഹരീഷിനാണ് 2022 വയലാർ പുരസ്കാരം കിട്ടിയത്. മീശ എന്ന ആ ഒരു നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് എസ് ഹരീഷിന് വയലാർ പുരസ്കാരം കിട്ടിയത്. 46ാമത്തെ പുരസ്കാരമാണ് 2022 എസ് ഹരീഷിന് കിട്ടിയത്. 2021 ബെന്യാമിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. ബെന്യാമിൻ്റെ നോവൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന ഈ ഒരു നോവലുമായി ബന്ധപ്പെട്ടാണ് 2021 ബെന്യാമിന് വയലാർ പുരസ്കാരം കിട്ടിയത്. വയലാർ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിനാണ്. അതെന്ന് പറയുമ്പോൾ 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. അഗ്നിസാക്ഷി എന്ന നോവൽ, അതുമായി ബന്ധപ്പെട്ടാണ് വയലാർ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിന് കിട്ടിയത്. 1977 ആദ്യമായിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. വയലാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയാണ് ലളിതാംബിക അന്തർജനം. ഫസ്റ്റത്തെ വ്യക്തിയാണ്, അതുപോലെ തന്നെ ഫസ്റ്റത്തെ വനിത. ഇവിടെ 2 പ്രത്യേകത ലളിതാംബിക അന്തർജനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വച്ചേക്കണം. ഒന്ന്, ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ വ്യക്തി, അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനമാണ് വയലാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത. ഇത് ഒന്നാമത് കിട്ടിയത്. രണ്ടാമത്, വയലാർ പുരസ്കാരം കിട്ടിയ രണ്ടാമത്തെ വ്യക്തി P.K. ബാലകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി, ഇതുമായി ബന്ധപ്പെട്ടാണ് P.K. ബാലകൃഷ്ണന് 1978 വയലാർ പുരസ്കാരം കിട്ടിയത്. ഇതിന് ശേഷം 1979 വയലാർ പുരസ്കാരം കിട്ടിയത് മലയാറ്റൂർ രാമകൃഷ്ണൻ.
ഇദ്ദേഹത്തിൻ്റെ കൃതി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് യന്ത്രം. യന്ത്രത്തിന് കിട്ടിയിട്ടുണ്ട് വയലാർ പുരസ്കാരം. 1979 മൂന്നാമത്തെ വയലാർ പുരസ്കാരം കിട്ടിയത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് യന്ത്രം. യന്ത്രത്തിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. നാലാമത് കിട്ടിയത് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള ഇദ്ദേഹത്തിന് വയലാർ പുരസ്കാരം കിട്ടിയത് 1980. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതിയാണ് കയർ. കയർ എന്ന ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1980 വയലാർ പുരസ്കാരം കിട്ടിയത്. ഇനി ഒരെണ്ണം കൂടെ പഠിച്ചു വെച്ചിരിക്കണം. 5ാമത് വയലാർ പുരസ്കാരം കിട്ടിയ വ്യക്തി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇതെന്ന് പറയുമ്പം 1981 ഇദ്ദേഹത്തിൻ്റെ കൃതി മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത് എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ടാണ് വൈലോപ്പിള്ളിക്ക് 1981 വയലാർ പുരസ്കാരം കിട്ടിയത്. ഇവിടെ 5 വ്യക്തികളുടെ കാര്യം സ്പെഷ്യലായിട്ട് ഇതും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. 1977 ആദ്യമായിട്ട് വയലാർ പുരസ്കാരം കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിനാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ വ്യക്തി, ആദ്യത്തെ വനിത. ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയും ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ അതുമായി ബന്ധപ്പെട്ടാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. 77 കാര്യം പറഞ്ഞു. 78 കാര്യത്തിൽ PK ബാലകൃഷ്ണന് കിട്ടി. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി അതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. 79 മലയാറ്റൂർ രാമകൃഷ്ണൻ. 79 മലയാറ്റൂർ രാമകൃഷ്ണന് വയലാർ പുരസ്കാരം കിട്ടി. യന്ത്രം ഇതുമായി ബന്ധപ്പെട്ടാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 1980 കാര്യം പറഞ്ഞു. 80 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. കയർ എന്ന ഇദ്ദേഹത്തിൻ്റെ കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് വയലാർ പുരസ്കാരം കിട്ടി. 5ാമത് കിട്ടിയത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഇദ്ദേഹത്തിനാണ് 1981 മകരക്കൊയ്ത്ത് എന്ന ആ ഒരു കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 81 വയലാർ പുരസ്കാരം കിട്ടിയത്. പിന്നെ ഒരു അഡീഷണൽ കാര്യം പറഞ്ഞുതരാം. ONV കുറുപ്പ് 6ാമതായിട്ട് കിട്ടിയത് ONV കുറുപ്പിനാണ്. ONVക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ കൃതി ഉപ്പ് എന്ന ആ ഒരു കൃതി അതുമായി ബന്ധപ്പെട്ടാണ് 1982 6ാമത്തെ വയലാർ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഉപ്പ് എന്ന കൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വയലാർ പുരസ്കാരം ONVക്ക് കിട്ടിയത്. ഇവിടെ 6 വ്യക്തികളുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്ലിയറായിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഈ വീഡിയോക്കകത്ത് ഒരുപാട് പുരസ്കാരങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം നല്ലപോലെ എഴുതിയെടുത്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്താൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി ക്ലിയറായിട്ട് പഠിച്ച് പോകണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബർ അല്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. എങ്കിൽ ഇനി അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.